ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മിസ്റ്റർ ലൈറ്റിൻ്റെ ഒരു ടവർ, ഡ്യുവൽ ടവർ നോക്കാം. ഈ ഡ്യുവൽ ടവറിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ആ ടവർ. ഈ ടവറിനെ കുറിച്ച് പറയുമ്പോൾ ഇതുണ്ട്. ഇത് നല്ലൊരു ടവർ, ഇച്ചിരി വിലയൊക്കെ ഉള്ള വലിയ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ടവറാണ്. ഇത് ഞങ്ങളുടെ ടൗണിൽ തന്നെ ഉള്ള ഒരു കടയിൽ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് 4 മാസമായിട്ട് കിടക്കുക. അവർ ഏതാണ്ടെല്ലാം കാണിച്ചു ഒരു വിധം നന്നാക്കി കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആരോ പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ്. ഇതിനകത്തുനിന്ന് ഞാൻ ഇതിൻ്റെ രണ്ട് സബ് ഊഫർ ഉള്ളതാണ്. ഒരെണ്ണം കൂടെ ഉള്ളത് ഏതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. 2 സബ് ഊഫറുള്ള മോഡലാണിത്. രണ്ടാമത്തെ സബ് ഊഫർ ഇതാണ്. അതിനകത്തുനിന്ന് സ്പീക്കർ കംപ്ലൈൻ്റ് ആയിട്ട് സ്പീക്കർ നന്നാക്കി കൊടുത്തതാണ്. ഒരു തുണിയൊക്കെ ഇട്ട് എന്താ സ്പീക്കർ റിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇത് നല്ലപോലെ കാണാവോ? നിങ്ങളൊന്ന് കണ്ടോ? ഇത് കൂട്ട് പരിപാടികളൊക്കെയാണ് ഓരോ മെക്കാനിക്കുകൾ ചെയ്യുന്നത്. ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. എൻ്റെ അടുത്ത് അതും പോയി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റീകണ്ടീഷൻ ചെയ്യാൻ പോവാം. ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ ഇതെങ്ങനെ ഇരിക്കുമെന്ന് തന്നെ കാണിച്ചു തരാം. ഈ സാധനം എന്ന് പറയുന്നത് 4 ഓംസ് 50 വാട്ട്സാണ്. 4 ഓംസ് 50 വാട്ട്സിൻ്റെ ഊഫറാണിത്. ഇത് രണ്ടെണ്ണം സീരിയൽ ചെയ്ത് 8 ഓംസ് ആക്കിയിരിക്കുന്നതാണ്. 4 ഓംസ് 50 വാട്ട്സ്. ഇതുണ്ടോ? ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ നമുക്ക് ചെയ്യണം. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ സിസ്റ്റം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 1-2 പാർട്സ് കൂടെ നമുക്ക് വേണം, എങ്കിലേ നമുക്കത് ഒരു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിന്ന് ഇന്ന് വരും അത്. അതിനു മുമ്പ് നമുക്ക് സമയം കളയാതെ അടുത്ത വർക്കിലേക്ക് നമ്മൾ കടന്നതാണിത്. നമ്മളെപ്പോഴും ഒരു സാധനം അഴിക്കുമ്പോൾ അതിൻ്റെ സ്ക്രൂകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ സ്ക്രൂവ് നമ്മളൊരു പാത്രത്തിൽ നമ്മൾ പാത്രത്തിൽ ശേഖരിച്ച് വെക്കും. ഒരു സ്ക്രൂ പോലും മാറാം. ഈ സാധനത്തിന് ഇട്ടിരിക്കുന്ന സ്ക്രൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കരഞ്ഞു പോകും. എല്ലാം വ്യത്യസ്തമായ സ്ക്രൂകൾ. കാരണം എന്നാണെന്നറിയോ? ഇത് അഴിച്ച് അങ്ങോട്ടെങ്കിലും വലിച്ചെറിയും. അവസാനം ഇടാൻ നേരത്ത് സ്ക്രൂ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന സ്ക്രൂ എടുത്ത് അടിച്ച് കയറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കാണിച്ചിരിക്കുന്ന തഴവരിക്ക് ഇവരുടെ സർവീസ് സെൻ്റർ അതൊന്ന് പറയേണ്ടതാണ്. പിന്നെ ഞാൻ പറയുന്നില്ല, ഞാൻ ഈ തൊഴിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഒരു തവണയൊന്നുമല്ല, ഒത്തിരി തവണ ഇതുപോലെ കസ്റ്റമറുടെ സാധനങ്ങൾ നശിപ്പിച്ച് കൊണ്ടിരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പിടിക്കരുതാത്ത. പിന്നെ അവരുടെ ആ സങ്കടവും ബുദ്ധിമുട്ടെന്ന് ഓർത്ത് കഴിയുമ്പോൾ അവർ കാശ് മുടക്കിയതല്ലേ നമ്മുടെ പൈസ പോലെ തന്നെയല്ലേ അവരുടെ പൈസ എന്ന് ഓർത്ത് നമ്മളിത് എടുക്കുന്നത്. ഇത് കണ്ടോ? ഇങ്ങനെയുള്ള സ്ക്രൂ ആണ് ഇതിന് പറയേണ്ടത്. ഈ ടൈപ്പ് സ്ക്രൂ. അതിന് ഇവന്മാർ ഇട്ടിരിക്കുന്ന സ്ക്രൂ കണ്ടോ? ഏതാണ്ടെല്ലാം TV-ക്കെല്ലാം ഇരുന്ന കൂട്ട് സ്ക്രൂവോ. വ്യത്യാസം കണ്ടോ നിങ്ങൾ? ആ കറുത്ത സ്ക്രൂ ആണ് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ. ആ സ്ക്രൂ എല്ലാം എടുത്ത് എവിടെയോ കളഞ്ഞിട്ട് വേറെ ഏതാണ്ടെല്ലാം സ്ക്രൂ അടിച്ച് കയറ്റിയിരിക്കുക. അതൊന്നും അങ്ങനെ കിട്ടുന്നതല്ല ഈ സ്ക്രൂ ഒക്കെ. എന്താ ചെയ്യാൻ പറ്റുക? എന്ത് തൊഴിൽ ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ആരായിക്കോട്ടെ, നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ആ തൊഴിൽ 100% ആത്മാർത്ഥത പാലിക്കുകയും ആ തൊഴിൽ മാന്യമായിട്ടും അന്തസ്സായിട്ടും ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു അപൂർത്തി ഉണ്ടാവുള്ളൂ. എനിക്കാണേലും. അപ്പോൾ അതെപ്പോഴും നമ്മൾ തൊഴിലിലെ സത്യസന്ധത, മാന്യത. നമ്മളുടെ അടുത്ത് ഒരാൾ സാധനം കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ സാധനമാണെന്ന് കരുതി വേണം അത് റിപ്പയർ ചെയ്യാൻ. അല്ലാതെ അവൻ്റെ അല്ലേ എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെന്ന് ഓർത്ത് കളയാൻ പാടില്ല. ഇതിപ്പോൾ ഇത് ആംപ്ലിഫയർ അല്ല, അത്രേ ഉള്ളൂ. കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ളത് അതുകൊണ്ടാണ്. കൊടുത്തിരിക്കുന്ന ഇതൊക്കെ ഇതിന് തപ്പിപ്പിടിച്ചെടുക്കണം. ഊരിയിട്ടിരിക്കുന്നു, എലി കടിച്ച് പറിച്ച് ഇട്ടിരിക്കുന്നു. ഇതൊക്കെ എത്ര ഭംഗിയായിട്ട് ഇങ്ങനെ പോയ കണക്ഷനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നറിയോ? അതൊക്കെ ചെയ്യാതെ ഇത് ഓൾറെഡി ഇതിൻ്റെ ഇത് കണ്ടോ? ഈ ട്രാൻസിസ്റ്റർ എല്ലാം പറിച്ചു വെച്ചിരിക്കുക. ഇത് കണ്ടോ? ഇവിടെ മുഴുവൻ ഇത് കണ്ടോ? ട്രാൻസിസ്റ്റർ എല്ലാം പറിച്ചു വെച്ചിട്ട് ഇതുകൊണ്ട് ഇതും പറിച്ചു വെച്ചിരിക്കുക. എന്തൊരു മോശം പരിപാടിയാണ് ഇതൊക്കെ. ആ റെഗുലേറ്ററും എല്ലാം പൊക്കി. അല്ല, ഇതിൻ്റെ മെയിൻ ട്രാൻസിസ്റ്ററും
കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മിക്കവാറും നമ്മുടെ ഗ്ലാസ് ഡി ഇതിനകത്തും കയറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഗ്ലാസ് ഡിയും റിമോട്ടൂടെ ചെയ്ത് വിടാൻ പറ്റുമെന്ന് തോന്നുന്നു. മൊത്തം വയറും പറിച്ച് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എനിക്കറിയില്ല. ഒന്നും അറിയത്തില്ലാത്ത ഇങ്ങനെയൊക്കെ കാണിച്ചു. ഇത് കണ്ടോ? ഇതിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടോ? മതി. മൊത്തം സാധനം ഡീസോൾഡർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ഒരുവിധം കൊടുത്ത് ഞാനിത് ഓണാക്കുകയാണ്. ഇത് ഓണാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്പീക്കർ എന്നാണേലും നമ്മൾ റെഡിയാക്കി എടുക്കണം. പിന്നെ ആംപ്ലിഫയർ IC എല്ലാം പറിച്ച് കളഞ്ഞിരിക്കുന്നത്, ബോർഡിലുള്ള ട്രാൻസിസ്റ്റർ എല്ലാം റെഡിയാക്കി എടുക്കണം. സെറ്റ് ആക്കാനും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കി നമ്മൾ പവർ സെക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനാണ് നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് ഇച്ചിരി സമയമെടുക്കും. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അതിനുശേഷം ഊഫറൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നതിന് ശേഷം ബാക്കി 2 സ്പീക്കറിന് ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു. എല്ലാം കൊടുക്കണം. എല്ലാം കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്തുള്ള വീഡിയോ അടുത്ത ദിവസം ഇടാം. അതുവരെ ഒരു ബ്രേക്ക് നിങ്ങൾ കാത്തിരിക്കൂ.